കൃഷ്ണ, കൃഷ്ണ, എഴുന്നേക്ക് കൃഷ്ണ. എന്തുറക്കം അത്, ഈ മനുഷ്യൻ. ഓ, ഈ പെണ്ണുറങ്ങാനും സമ്മതിക്കില്ല. എന്താ സ്നേഹം? എന്തായാലും വേണോ നിനക്ക്? എനിക്കൊന്നും വേണ്ട. നിങ്ങളല്ലേ പറഞ്ഞേ ഇന്നലെ കിടക്കുമ്പോൾ ഇന്ന് രാവിലെ എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് നേരത്തെ വിളിക്കണം എന്നൊക്കെ. ഇപ്പോൾ വിളിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണമെന്നല്ലേ? എനിക്ക് കൃഷ്ണ. ഓ, മീറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ മറന്നു. അല്ല, നീ ഇത്ര രാവിലെ നീറ്റ് കുറച്ചുകൂടെ കിടക്കായിരുന്നില്ലല്ലോ? ഓ, അതിന് എന്നെ കിടത്തി ഉറക്കേണ്ട നിങ്ങളുടെ മോള്. എന്തിനാ ചിരിക്കണേ? ചിരിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചിരിക്കേ? ഞാനും എപ്പോ? ഞാനൊന്നും ചോദിച്ചില്ല. ഇതാ കൃഷ്ണ, കളിപ്പിക്കല്ലേ. എനിക്കിപ്പോൾ കളിക്കാനുള്ള മൂഡില്ല. നിങ്ങൾ വേണം, ഞാൻ പോവാം, എനിക്ക് വിശക്കണം. ഹേ, നിക്ക്, പോവല്ലേ, ഞാൻ പറയട്ടെ. ഇനി ദേഷ്യം പിടിപ്പിക്കില്ല, നിക്ക്. പിന്നെ രാവിലെ വിളിച്ചിരുന്നോ? ഇല്ലെങ്കിൽ അതേതായാലും നന്നായി. ഞാനും വിളിച്ചില്ല. സാരില്ല, നമുക്ക് ഒരുമിച്ച് വിളിക്കാം, കേട്ടോ? ലക്ഷ്മി, വേഗം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കേ. എനിക്ക് നേരത്തെ ഓഫീസിൽ പോകാം. അവരൊക്കെ വരെ? എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അവരിപ്പോൾ വരും, ഞാൻ വിളിക്കാം. മമ്മി, എനിക്ക് വിശക്കുന്നു. ഫുഡായില്ലേ? ഇതെന്ത് പറ്റി? നേരത്തെ ആണല്ലോ. അല്ലെങ്കിൽ വിളിച്ചതിന് വരെ താളാ. എന്ത് പറ്റിയാകും? പപ്പയൊന്നും ഞാൻ നോക്കത്തില്ല. എനിക്ക് വിശന്നു, ഞാൻ വന്നു. എന്താ, ഞാനൊന്നും കഴിക്കാനും പാടില്ലേ? പറഞ്ഞു, ഞാൻ കഴിക്കില്ല. അയ്യോ, നീ കഴിച്ചോ? ഇനി നീ ആയിട്ട് കുറയ്ക്കണ്ട. വേണേ കഴിച്ചിട്ട് എനിക്ക് പോടി. കൊള്ളാം, അത് നല്ല കൂടുതൽ. ഞാനാണ് ആയം തുടങ്ങി. നീ മിണ്ടാതെ ഫുഡ് കഴിക്കാൻ വന്നതല്ലേ? പപ്പയല്ലേ ആയം തുടങ്ങി. ഇപ്പൊ എന്താ മമ്മിക്ക് പപ്പയുടെ സ്നേഹം? പപ്പ 2 പാത്രം കൂടിക്കട്ടെ, അപ്പൊ കാണാം ഈ സ്നേഹമൊക്കെ. പപ്പ, നോക്കിയിരിക്കാത്ത പാത്രം നിറഞ്ഞു പൊട്ടിക്ക് പപ്പ. ആ പാത്രത്തിൽ അങ്ങനെ തൊട്ട് നോക്ക്. അപ്പറയാം ഈ ലക്ഷ്മിയുടെ യാഥാർത്ഥ സ്വഭാവം. എന്റെ പൊന്നു മോളെ, വേണ്ട. പപ്പയ്ക്ക് വയ്യ, സത്യമായിട്ട് വയ്യായിട്ടാ. വെറുതെ എന്തിനാ? വയ്യങ്ങിട്ടല്ല, പേടി, വെറും പേടി. മമ്മയോടുള്ള പപ്പയുടെ പേടി. അത് പോ പപ്പ. മമ്മി, ഫുഡായോ? കിച്ചു, നീ വന്നോ? നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്നോട് മാത്രമല്ല, എല്ലാവരോടും കൂടിയാ. അല്ല, സ്നേഹമോൾ എവിടെ? അവിടെ കിടക്കാണ് പപ്പ. തീരെ വയ്യാന്ന് പറഞ്ഞു. അയ്യോ, മോൾക്ക് എന്താ പറ്റി? അപ്പോൾ മോളൊന്നും കഴിക്കണമെന്നില്ലേ? മമ്മി, അത് ഞാൻ അവൾക്ക് കൊണ്ട് കൊടുക്കാം. പിന്നെ എന്താ പപ്പ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമാണോ? അതെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്കറിയായിരിക്കും, നമ്മുടെ കൃതിക്കൊരു ആലോചന. ആലോചനയോ? എന്താലോചന? എന്റെ ലക്ഷ്മി, മനസ്സിലായില്ലേ നിനക്ക്? അവൾക്കൊരു കല്യാണാലോചന വന്നു. അതാ നിങ്ങളോടൊക്കെ ചോദിച്ചു ഉറപ്പിക്കാന്ന് വിചാരിച്ചു. എന്തോ അറിയുന്നു? എന്താ കല്യാണാലോചനയോ? എന്താ, നീ കേട്ടിട്ടില്ലേ? അല്ല, ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിനക്കെന്താ ഞെട്ടില്ലേ? അതൊക്കെ ഉണ്ടാവും, ഞെട്ടിലൊക്കെ. കുറച്ചായി ഒരു മിണ്ടാപ്പൂച്ച ആരും കാണാതെ പാലുടിക്കാൻ തുടങ്ങിയിട്ട്. എന്താടി, ഞങ്ങളൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ നീ? പിന്നെ ചെക്കൻ ചൂട്ടാന്ന് നിനക്കറിയാം. അറിയുന്നല്ല, വളരെ നന്നായിട്ട് തന്നെ അറിയാം. ആരാണെന്ന് അറിയണ്ടേ നിനക്ക്? വേണമെന്നില്ല, എല്ലാം നിങ്ങളങ്ങ് തീരുമാനിച്ചല്ലോ. ഇനി ഇതായിട്ട് എന്നോട് ചോദിക്കുന്നേ? ശരി, അറിയണ്ടെങ്കിൽ അറിയണ്ട. എന്തായാലും നീ കുറച്ച് കഴിയുമ്പോൾ റെഡി നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ കാണാൻ വരും. ചെക്കൻ ഇഷ്ടമെന്നാ പറഞ്ഞത്. നിനക്കിനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും എന്തായാലും ഇനി നടന്നിരിക്കും. അതുകൊണ്ട് മോള് ചെന്ന് വേഗം റെഡി ആവാൻ നോക്കും. ഇതേ നോക്ക്, ഞാൻ ഓഫീസിൽ പോവാന്ന് കരുതി ഇവിടെ ചാടി തുള്ളി നടക്കരുത്. എന്തെങ്കിലും വയ്യുണ്ടെങ്കിൽ മമ്മീനെ വിളിക്കണം. ഒറ്റയ്ക്ക് എവിടേക്കും പോകരുത്, കേട്ടല്ലോ? എന്തോ ഒന്നും മിണ്ടാത്തേ? വേഗം വരൂ കൃഷ്ണ, എനിക്ക് ഒറ്റയ്ക്കിരിക്കുന്നു എന്തോ പോലെ. ഞാൻ ശ്രമിക്കാം, കേട്ടോ? പിന്നെ പറഞ്ഞത് നടക്കണ്ട. എന്തേലും ഉണ്ടെങ്കിൽ മമ്മീനെ വിളിക്കണം, അല്ലെങ്കിൽ കഴിയും. പോയിട്ട് വരാം, കേട്ടോ? ഇനി ഇവിടെ നിന്നാലേ ഞാൻ പോവില്ല. ബൈ.
ഇതാരാ പരിചയമില്ലാത്ത നമ്പറാണല്ലോ. എന്തായാലും എടുത്ത് നോക്കാം. ഹലോ 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 സ്നേഹ, ഞാൻ ഇവയാണ് കൃഷ്ണയുടെ. അന്ന് കല്യാണത്തിന് കണ്ടില്ലേ? ആ, ഇപ്പം മനസ്സിലായി. ഇവ എന്താടോ പതിവില്ലാതെ? അത് പിന്നെ സ്നേഹ, താനിന്ന് ഫ്രീ ആണെങ്കിൽ എനിക്കൊന്ന് കാണണമായിരുന്നു. കുറച്ച് സംസാരിക്കണം പ്ലീസ്. പിന്നെ കൃഷ്ണ അറിയണ്ട കേട്ടോ. തനിക്ക് വരാൻ പറ്റുമോ? ഫ്രീ ആണോ? ആ, ഞാൻ ഫ്രീ ആണ്. പക്ഷേ എനിക്കിവിടെ മമ്മിയോട് ചോദിക്കണം. എൻ്റെ അവസ്ഥ തനിക്കറിയാലോ. എന്നെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടില്ല. ആ, ഇറ്റ്സ് ഓക്കെ. തൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. തനിക്ക് വരാൻ പറ്റുമെങ്കിൽ നമ്മുടെ സിറ്റിയിലുള്ള കോഫി ഹൗസില്ലേ, അവിടെ ഞാനുണ്ടാവും. വരണം. എന്താണെങ്കിലും എന്നെ ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി. കുറച്ച് അർജൻറ്റായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ ചിലപ്പോൾ ഇതിന് ടൈം കിട്ടിയില്ലെങ്കിലോ? ഞാൻ മമ്മിയോടൊന്ന് ചോദിക്കട്ടെ. എന്തായാലും ഞാൻ ഇത്ര വിളിച്ചതല്ലേ, ഞാൻ ഉറപ്പായും വരാം. പിന്നെ ടൈം എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് എത്താൻ നോക്കാം. ടൈം പറ്റുമെങ്കിൽ ഇപ്പം തന്നെ, എത്രയും പെട്ടെന്ന് പറ്റുന്നോ അത്രയും വേഗം വേണം. ആ, ഓക്കെ, ഞാൻ വരാം. ആ, ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, പ്രശ്നം അറിയരുത് കേട്ടോ. ഇവ ആരായിരുന്നു കോളിൽ? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. ഓ, അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ പേര് സ്നേഹ എന്നായിരിക്കും അല്ലേ ഇവ? അത് പിന്നെ ചേച്ചി, അത് മതി, നിർത്തിക്കോ. ഇനിയും നീ കള്ളം പറയണമെന്നില്ല. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എന്താ ഇവ നിന്റെ ഉദ്ദേശം? നീ എന്തിനാ ഇനി വീണ്ടും അവരുടെ ഇടയിലോട്ട് കയറി ചെല്ലുന്നേ ഇവ? അന്നത്തോടെ എല്ലാം അവസാനിച്ചല്ലേ. വീണ്ടും എന്തിനാ? ചേച്ചി പ്ലീസ്, ഞാൻ അവരുടെ ഇടയിൽ കയറി ചെല്ലുന്നതല്ല. എന്നൊരു സ്നേഹം കണ്ട് സംസാരിക്കണം, അത്രയേ ഉള്ളൂ. അത് വേണോ ഇവ? നീ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വെറുതെ എന്തിനാ ഇനി അവരുടെ ഇടയിൽ വീണ്ടും? ഇല്ല ചേച്ചി, ഞാൻ കാരണം ഒരിക്കലും അവർക്ക് വേദനിക്കേണ്ടി വരില്ല. അവരുടെ ഇടയിൽ ഞാനൊരു പ്രശ്നമാവില്ല. അത് ഞാൻ ചേച്ചിക്ക് ഉറപ്പ് തരുന്നു. എനിക്കൊന്ന് സ്നേഹം കണ്ട് സംസാരിച്ചാൽ മാത്രം മതി. ഇനി പിന്നെ അതിന് പറ്റിയില്ലെങ്കിലോ? അല്ലെങ്കിലും ഇനി ഞാനെന്തു പറയാനാ? എല്ലാം ഇപ്പം നിൻ്റെ ഇഷ്ടത്തിനാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചി എപ്പോൾ ഉദ്ദേശിച്ചത് ഞാൻ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യമാണെങ്കിൽ ചേച്ചി ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ പോയിരിക്കും. ഞാനത് ഉറപ്പിച്ച് കഴിഞ്ഞതാണ്. ഇനി അതിൽ ഒരു മാറ്റവും ഇല്ല. എന്തിനാ ഈ വന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇവിടെ അടുത്താണെങ്കിൽ കുഴപ്പമില്ല. ഇത് അമേരിക്ക. ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ മോളെ? നിനക്ക് ഇവിടെ നിന്നാൽ പോരെ ചേച്ചി? കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ എനിക്കിവിടെ നിന്ന് മാറി നിൽക്കണം. അതൊരിക്കലും സ്നേഹം കൃഷ്ണൻ കാരണമല്ല. ഒരു മാറ്റം എനിക്കിപ്പോൾ അത്യാവശ്യമാണ്. അതിനാ ഈ അമേരിക്കയിലെ ഈ ജോലിയൊക്കെ. പിന്നെ അവരിപ്പോൾ ജീവിച്ചു തുടങ്ങിയില്ലേ, ഞാൻ മാത്രം എന്തിനാ ഇനി ഇങ്ങനെ? അതുകൊണ്ട് അമേരിക്കയിലൊക്കെ പോയി നല്ലോണം പൈസ സമ്പാദിച്ച് നമുക്ക് സുഖമായി ജീവിക്കാമെന്നേ. അതുകൊണ്ട് ഇനി ഈ ടോപ്പിക്ക് ഇവിടെ സംസാരിക്കേണ്ട. ഇവ ഹായ്, സോറി ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഏയ് ദാറ്റ് ഈസ് ഓക്കെ, അത് കുഴപ്പമില്ല. താനെന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എനിക്ക് വേഗം പോകണം. കൃഷ്ണ അറിയാതെ ഞാൻ വന്നത്. അത് തന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. സോറി, ചോദിക്കാൻ മറന്നു. ടീ ഓർ കോഫി? എന്തായാലും കുഴപ്പമില്ല. ആർ യു ഓക്കെ? യെസ്, ഐ എം ഓക്കെ. പിന്നെ കോഫിക്ക് നല്ല ചൂടുണ്ടായിരുന്നു. യു ആർ സോ ക്യൂട്ട്. പിന്നെ തനിക്കെന്താ പറയാനുള്ളത്?
കൃഷ്ണ അറിയാതെ ഞാൻ വന്നേ. എനിക്ക് പെട്ടെന്ന് പോകണം. അത് പിന്നെ എനിക്കറിയില്ല സ്നേഹ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം താൻ എങ്ങനെ എടുക്കുന്നു. എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് പിന്നെ സ്നേഹയ്ക്ക് എന്തറിയാം എന്നെ കൃഷ്ണയെക്കുറിച്ച്? അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അന്ന് മാരേജിനൊന്നിപ്പോൾ പറഞ്ഞല്ലോ, താനും കൃഷ്ണയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നല്ല. താൻ കരുതുന്ന പോലെ അല്ലെങ്കിൽ താൻ വിചാരിച്ച് വെച്ചിരിക്കുന്ന പോലെ ഞാനും കൃഷ്ണയും വെറും ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിരുന്നില്ല. ഞങ്ങൾ പ്രണയത്തിലായിരുന്നു സ്നേഹ. താൻ 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 എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൃഷ്ണയും താനും പ്രണയത്തിലും ആയിരുന്നു വിവാഹത്തിന് മുമ്പ് വരെ. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചില്ല? പറയാം. ഒക്കെയാണ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത്. ഞങ്ങൾ പിരിയാൻ കാരണം. അപ്പോൾ ഞാനാണോ നിങ്ങൾ പിരിയാൻ കാരണം? ഞാൻ വന്നില്ല എന്നെങ്കിൽ നിങ്ങൾ ഒന്നിക്കായിരുന്നു. ഒരിക്കലുമല്ല സ്നേഹിതൻ്റെ കാരണമല്ല. അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. പിന്നെ വിധി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ദൈവം കൃഷ്ണയ്ക്ക് ഉപയോഗിച്ചത് തന്നെയാണ്. എനിക്കൊന്നും അറിയില്ലായിരുന്നു കൃഷ്ണയ്ക്ക് ഇങ്ങനൊരു റിലേഷനുള്ള കാര്യം ഒന്നും. ദാറ്റ് ഈസ് പാസ്റ്റ്. അത് കഴിഞ്ഞ കാര്യങ്ങളാണ് സ്നേഹം. പക്ഷേ എനിക്കത് തന്നോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ വേറൊരു ഉദ്ദേശമല്ല. യു ക്യാൻ ട്രസ്റ്റ് മീ. താനെന്താ ഒന്നും പറയാത്തെ? എന്നോട് ദേഷ്യമാണോ? ദേഷ്യമോ? എന്തിന്? എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല, മറിച്ച് നന്ദിയുള്ളൂ. ഒന്നാലോചിച്ചാൽ താൻ തന്ന ഔദാര്യമാണ് എൻ്റെ ഈ ജീവിതം. തനിക്കറിയോ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയത്തൊന്നും കൃഷ്ണയ്ക്ക് എന്തോ എന്നോട് ഭയങ്കര അകൽച്ചയായിരുന്നു. അതിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല, ചോദിക്കാനും പേടിയായിരുന്നു. പിന്നെ ആകെയുള്ള സമാധാനം മമ്മിയും കൃതിയും പപ്പയും ഒക്കെ ആയിരുന്നു. അവർക്കെന്നോട് അകൽച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കവർ അപരിചിതരാണല്ലോ. കല്യാണത്തിൻ്റെ അന്ന് മാത്രം കണ്ട പരിചയം. അതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാൻ അവരോട്? പേടിയായിരുന്നു. ആരോട് പറയാൻ ഇതല്ല, പപ്പയോട്. എൻ്റെ പപ്പയെക്കുറിച്ച് എനിക്കറിയാമല്ലോ, എല്ലാം ഉണ്ട്, പണവും എല്ലാം. പക്ഷേ എൻ്റെ പപ്പയിൽ നിന്ന് ഇന്നേ വരെ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. അറിയില്ല എന്താ കാരണമെന്ന്. തനിക്കറിയോ, അന്ന് വിവാഹം കഴിഞ്ഞ് പോയതാണ് എൻ്റെ പപ്പ. പിന്നെ ഇന്നേ വരെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അപ്പം അപ്പോഴാണോ ഞാൻ ഇതെല്ലാം പറയണ്ടേ? അറിയില്ല. മനസ്സിലൊന്നുമില്ലാതിരുന്ന സമയം. പിന്നെ അതൊക്കെ മാറി. കൃഷ്ണയ്ക്ക് കുറച്ചെങ്കിലും എനിക്കൊന്ന് സോഫ്റ്റ് കോൺട്രോ വന്ന പോലെ തോന്നി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രഗ്നൻസി. അതുപോലും ഞങ്ങൾക്കിടയിൽ അറിയാതെ സംഭവിച്ച. അറിയില്ല ഇതൊക്കെ തന്നോട് എങ്ങനെ പറയുന്നു. അന്ന് കൃഷ്ണ പതിവില്ലാതെ നന്നായി കുടിച്ചിരുന്നു. അങ്ങനെ പറ്റിപ്പോയതാ. പേടിയായിരുന്നു പ്രഗ്നൻ്റ് ആയ സമയത്ത്. ഇതറിഞ്ഞപ്പോൾ കൃഷ്ണ എങ്ങാനും ഈ കുഞ്ഞിനെ കളയാൻ പറഞ്ഞാലോ? ഒരുപാട് പേടിച്ചു. എന്നോട് തന്നെ ദേഷ്യം തോന്നിയ നിമിഷങ്ങൾ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കൃഷ്ണ ഈ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്തു, ഒപ്പം എന്നെയും. അന്ന് മുതൽ ഞങ്ങൾ തുടങ്ങിയായിരുന്നു പുതിയൊരു ജീവിതം. സ്നേഹം, സമാധാനം, അങ്ങനെയല്ല. ഇതൊക്കെ തന്നോട് പറഞ്ഞപ്പോൾ അറിയില്ല, മനസ്സിനെന്തോ ഒരു സമാധാനം. സ്നേഹ, ഇപ്പോൾ എല്ലാം ശരിയായില്ലേ? എനിക്കറിയില്ലായിരുന്നു ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഇത്ര മാത്രം വിഷമങ്ങളുണ്ടായിരുന്നെന്ന്. ഒന്നും എനിക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ പ്രണയം ഒന്നും. കുറെ വെറുത്തിട്ടുണ്ട് ഞാൻ ആ മനുഷ്യനെ. ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി ഒരുപാട് എനിക്ക് വേണ്ടി സഹിച്ചു. എന്നെ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു, ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു.
പക്ഷെ അതിനുശേഷം എന്നെ ഇന്നേ വരെ കരയിപ്പിച്ചിട്ടില്ല. എന്നെയും കുഞ്ഞിനെയും ഒരുപാട് ഇഷ്ടമായിപ്പോൾ. ഞാനൊരു കാര്യം പറയട്ടെ, കൃഷ്ണ ഒരുപാട് ലക്കിയാണ്, ഭാഗ്യം ചെയ്ത ആളാണ്. എന്താ കാരണം എന്നറിയോ? ബിക്കോസ് ഓഫ് യു. കൃഷ്ണ എത്രമാത്രം സ്നേഹിക്കുന്ന, ഇത്രയും മാത്രം മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ കിട്ടിയില്ലേ കൃഷ്ണയ്ക്ക്. ഹീ സോ ലക്കി. എനിക്ക് എന്താ പറയണ്ടേന്നറിയില്ല. ഒരു പക്ഷേ കൃഷ്ണയെ എനിക്ക് പോലും ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇവ, തനിക്ക് കൃഷ്ണയെ പിരിഞ്ഞപ്പോൾ ഒന്നും തോന്നിയില്ലേ? എൻ്റെ ചോദ്യമാടോ അത്. എനിക്കെൻ്റെ ജീവൻ പോകുന്ന പോലെ തോന്നി. ഞാൻ അത്രമാത്രം പ്രണയിച്ചിരുന്നു കൃഷ്ണയെ. ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക്. പിന്നെ എന്തേ താൻ ഏത് വിധേയം നേടുന്നത് മാത്രമല്ല, വിട്ടുകൊടുക്കുന്നതും പ്രണയമാണ്. ഇവയുടെ പ്രണയം അതെങ്ങനെയാണ്? ഇവയ്ക്കിങ്ങനെ പ്രണയിക്കാനേ അറിയാം. തന്നോട് ഞാൻ എങ്ങനെയാണ് ഇതിനൊക്കെ നന്ദി പറയാം? തീരാത്ത കടപ്പാടുണ്ട് തന്നോട് എനിക്ക്. അതൊന്നും ഈ ജന്മം അവസാനിക്കില്ല, മറക്കില്ല ഒരിക്കലും ഞാൻ തന്നെ. നന്ദിയൊന്നും വേണ്ട. പകരം താൻ എനിക്കൊരു സഹായം ചെയ്യണം, ഒരു ചിന്ന ഹെൽപ്പ്. നെക്സ്റ്റ് മന്ത് ഞാൻ അമേരിക്കയ്ക്ക് പോവാം. അതിന് മുമ്പ് എനിക്ക് കൃഷ്ണയോടൊന്ന് സംസാരിക്കണം. വിത്ത് യുവർ പെർമിഷൻ. തനിക്ക് ഓക്കെ ആണോ? തനിക്ക് എപ്പോൾ വേണേലും കൃഷ്ണയെ കാണാൻ സംസാരിക്കാം. എനിക്കതിൽ ഒരു കുഴപ്പമില്ല. പിന്നെ അമേരിക്ക, എന്തിനാ താൻ അമേരിക്ക പോകുന്നത്? അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അവനെനിക്കൊരു ജോബൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിലും കുറച്ച് നാൾ ഒന്ന് മാറി നിൽക്കണം ഇവിടെ നിന്ന്. അതുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ താൻ തീർത്തും പോവാണോ? അത് എനിക്കിപ്പോൾ വ്യക്തമായ മറുപടി പറയാൻ കഴിയില്ല. കുറച്ച് നാളത്തേക്കെങ്കിലും എനിക്കിവിടെ നിന്ന് മാറി നിൽക്കണം. ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. പിന്നെ തനിക്കറിയാലോ, എനിക്ക് പാരൻസ് ഇല്ല, ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചേച്ചിയും കൂട്ടി ഇവിടെ അല്ലാതെ അവിടെ സെറ്റിലാവണം. ഇതാ ഇപ്പം എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പെട്ടെന്നൊരു മടങ്ങി വരവ് ഉണ്ടാവില്ല. അപ്പോൾ തന്നെ ഇനി കാണാൻ കിട്ടില്ലെന്ന് സാരില്ല. താൻ ഹാപ്പി ആയിരിക്കടോ. എനിക്കിപ്പോഴാണ് മനസ്സിന് ഒരു സമാധാനം കിട്ടിയത്. പോകുന്നതിന് മുമ്പ് തന്നെ കണ്ട് ഇതെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. ബട്ട് പേടിയായിരുന്നു. താൻ എങ്ങനെ എടുക്കുമെന്നറിയില്ലല്ലോ. എന്നെയും കൃഷ്ണയും തെറ്റിദ്ധരിച്ചാലും. ഇനി ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. താനും കൃഷ്ണയും നിങ്ങളുടെ ബേബിയും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഞാൻ എവിടെയാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും എൻ്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാകും കൂടെ. പിന്നെന്താ, തനിക്ക് വേഗം പോകണമെന്നല്ലേ പറഞ്ഞേ? എനിക്ക് ഇതൊക്കെ പറയാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? അല്ല, സ്നേഹം എങ്ങനെയാണ് വന്നേ? കൃഷ്ണ അറിയാതെ വരണ്ടേ, അതുകൊണ്ട് ഞാനൊരു ടാക്സി പിടിച്ചു. ശരിടോ, പോട്ടെ ഞാനെന്നാ. ഇനി എപ്പോഴേലും കാണാം. അത് പിന്നെ സ്നേഹ, ഒരു മിനിറ്റ്. എന്താ ഇവ? Can I touch your stomach? ഇതിനായിരുന്നു. ഞാൻ പോട്ടെ, കുറച്ച് ധൃതിയുണ്ട്. പിന്നെ കാണാം. അതും പറഞ്ഞ് ഇവ നടന്നു നീങ്ങി.